ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ടൈപ്പ് 2 ആണ്. അതിൽ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് PDE ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്താണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് മാത്രം കണ്ടാൽ മതി. അതല്ല എന്താണ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് നമ്പർ ഓഫ് ആർബിട്രറി വേരിയബിൾസിനേക്കാൾ. അപ്പോൾ നമ്മൾ മുൻപ് എന്തായിരുന്നു ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ കേസിൽ നമ്പർ ഓഫ് വേരിയബിൾസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡറും ഇനി ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതായത് കോൺസ്റ്റൻസിൻ്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു റിലേഷനിൽ ആർബിട്രറി ഫംഗ്ഷൻ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ PDE പാർഷ്യൽ ഡെറിവേറ്റീവ് മാത്രം കണ്ടാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കൂടി കാണണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻസ് എത്രയാണ്? ഒരെണ്ണമാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനെന്താണ് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y എന്ന് പറയുന്നത് എന്താണ്? അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ f(y/x) എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ f(y/x) ഇൻറ്റു എന്തുകൂടി വരും ഈ ഇതിനകത്ത്, അതായത് f(y/x) എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനെ നമ്മൾ എന്താണ് അതിനെ y കോൺസ്റ്റൻ്റ് ആണ്. ഇനി അതിനകത്ത് 1/x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ 1/xൻ്റെ ഇത് എന്താ പറയുക ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് -1/x² ആണ്. ദെൻ y എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റും കൂടി എടുക്കുന്നുണ്ട് ആ ഫംഗ്ഷനിൽ. ഇസിക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? y²/x² എന്ന് എഴുതാം. മൈനസ് ഉണ്ട്, അതുപോലെ ഇൻറ്റു f(y/x) എന്നും കൂടി എഴുതാം. അപ്പോൾ നമ്മളെന്താണ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇപ്പോൾ y എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. അതുപോലെ തന്നെ ഇനി ഈ ഒരു ഫംഗ്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തും y എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. സോ എന്താണ് നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ചെയ്യുമ്പോൾ എന്താണ് f(y/x) ഇൻറ്റു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക, അതായത് 1/x അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ഇൻറ്റു പിന്നെന്താണുള്ളത് y ആണ് എടുക്കുന്നത്. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? അത് 1 ആണ് വരുന്നത്. അടുത്തത് പ്ലസ് എന്ത് ചെയ്യണം നമ്മൾ? അതായത് സെക്കൻഡ് ഫംഗ്ഷൻ f(y/x) അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി y എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം വേണ്ടത് എന്തിനെ? ആർബിട്രറി ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ ആർബിട്രറി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ആർബിട്രറി ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആർബിട്രറി ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ഇതിനൊക്കെ പേര് കൊടുക്കണം. നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും എന്താണ് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓരോന്നിനും പേര് കൊടുത്തുകൊണ്ടിരിക്കും. ജസ്റ്റ് പറഞ്ഞാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു എന്താ പറയുക ഒരു നമ്പർ യൂസ് ചെയ്താൽ മതി ആ ഒരു ഫംഗ്ഷൻ എഴുതുന്നതിന് പകരം. അപ്പോൾ എന്താണ് നമുക്ക് 1 ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? f(y/x) നമുക്ക് എന്തെന്ന് എഴുതാം? z - y എന്ന് എഴുതാം. അതായത് f(y/x) അതായത് ആർബിട്രറി ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? z/x ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് എഴുതി വെക്കാം. അപ്പോൾ എന്താണ് എന്താണ് y ആണ് f(y/x) ആണ്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കെന്താണ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? zx എന്താണ്? p ആണ്. p എന്താണ് -y²/x² ആണ് ഇൻറ്റു f'(xy). അപ്പോൾ f'(xy) എങ്ങനെ എഴുതാം? അതായത് f'(y/x) നമുക്ക് എങ്ങനെ എഴുതാം? p ഇൻറ്റു x²/-y² എന്ന് എഴുതാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ q എന്ന് പറയുന്ന ഇക്വേഷനിൽ അതായത് zy എന്താണ് zy എന്നുള്ളതിൽ y ഇൻറ്റു f'(y/x) എടുക്കുന്നുണ്ട്. അപ്പോൾ f'(y/x) നമുക്ക് എന്താണ് ഇത് പുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ y ഇൻറ്റു p - x²/y²
ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഇനി നമുക്ക് എന്താണ് എഫ് ഓഫ് വൈ ബൈ എക്സ് ഉണ്ട്, അതിൻ്റെ വാല്യൂ എന്താണ് ഇസഡ് ബൈ വൈ ആണ്, അത് നമ്മളിവിടെ പുട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായിട്ടുണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ എടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്താണ് ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ വൈ എടുക്കുന്നുണ്ട്, വൈ സ്ക്വയർ എടുക്കുന്നുണ്ട്, അപ്പോൾ അതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇസിക്കൽ ടു ക്യൂ ഇസിക്കൽ ടു നമുക്ക് എന്താണ് പി മൈനസ് പി എക്സ് ബൈ വൈ പ്ലസ് ഇസഡ് ബൈ വൈ എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ് കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ഇസഡ് മൈനസ് പി എക്സ് ഡിവൈഡ് ബൈ വൈ ഇസിക്കൽ ടു നമുക്ക് ക്യൂ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇസഡ് മൈനസ് പി എക്സ് ഇസ് ഈക്വൽ ടു വൈ ക്യൂ എന്ന് എഴുതാം. ദെൻ ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, വൈ ക്യൂ പ്ലസ് പി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫംഗ്ഷൻ, ഇസഡ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിൽ നിന്ന് എഫ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറയുന്ന ആർബിട്രറി ഫംഗ്ഷനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the partial differential equation of Ez is equal to x plus y plus f of xy. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്, നമ്പർ ഓഫ് ഫംഗ്ഷൻ ആർബിട്രറി ഫംഗ്ഷൻസ് ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ കണ്ടാൽ മതി, അതല്ല എന്നുണ്ടെങ്കിൽ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണണം. അപ്പോൾ നമുക്ക് എന്താണ് ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 കിട്ടും, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 കിട്ടും, വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈനെ ആണെങ്കിൽ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇനി എക്സ് വൈ ആണ്. എക്സ് ഇൻറ്റു വൈനെ വിത്ത് റെസ്പെക്ട് എക്സിലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 1 കിട്ടും. അടുത്തത് ഇസഡ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും, ഇവിടെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടും, വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അടുത്തത് എഫ് ഡാഷ് ഓഫ് എക്സ് വൈ ഇൻറ്റു എന്താണ് എക്സ് ഇൻറ്റു വൈനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ എന്താണ്, നമുക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പി മൈനസ് 1 ബൈ വൈ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ നമുക്ക് ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ പേര് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉപയോഗം നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇതിന് 1 ഉം ഇതിനെ ഞാൻ 2 എന്നും പേര് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് എന്താണ് എക്സ് വൈ എന്താണ് ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ കിടക്കുന്നത്, ഒന്നെങ്കിൽ നമുക്കത് മൈനസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ എന്താണ് ഡിവൈഡ് ചെയ്യാണ്, അപ്പോൾ 1/2 ചെയ്യണം. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു പാർട്ട് ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏതാണ് ആർ എച്ച് എസിലാണ് എഫ് ഡാഷ് ഓഫ് എക്സ് വൈ എടുക്കുന്നത്. സോ ഞാൻ എന്താണ് അവിടെ 1 നമുക്ക് വന്നു, വേണ്ട അവിടെ വേണ്ട 1 എന്താണ് ഇവിടെ വന്നു. പിന്നെ എന്ത് വരും, ഇവിടെ പി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ഡിവൈഡഡ് ബൈ ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എടുത്തെഴുതാം, ഈ ഒരു സാധനത്തിന് മൊത്തമായിട്ട് ഇങ്ങോട്ട് എടുത്തെഴുതാം, ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാം. ദെൻ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാം, പി എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ വൈ മൈനസ് ആരാണ് വൈ എന്ന് എഴുതാം. നമുക്കെന്താണ് ഈ വൈനെ ഇങ്ങോട്ട് എടുത്താൽ വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ വൈ മൈനസ് പി എക്സ് എന്ന് കിട്ടും. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പരിചയമാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അപ്പോൾ അടുത്ത എന്താണ്, ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബൈ ഇസഡ് ആണ് വരുന്നത്. ഇവിടെ എന്താണ് നമ്പർ ഓഫ് ആർബിട്രറി ഫങ്ഷൻസ് എത്ര എണ്ണമാണ്, ഒരെണ്ണമാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓർഡർ കണ്ടാൽ മതി. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇസഡ് എക്സ് നമ്മൾ കാണുമ്പോൾ എഫ് ഓഫ് വൈ എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് ആണ്. അപ്പോൾ അതിനകത്ത് എന്താണ്
വൈ എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ഡിവൈഡഡ് ബൈ ഇസഡ്, അത് കഴിഞ്ഞാൽ എന്താണ്, വൈ നമുക്ക് പുറത്തെടുക്കാം. വൈ എന്താണ്, അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ബൈ ഇസഡ് എന്ന് പറയുമ്പോൾ എക്സിലും എക്സ് ഉണ്ട്, അതുപോലെ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ഈസ് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയിൻ റൂൾ യൂസ് മറ്റേട്ടാണ് ക്വോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇസഡ് മൈനസ് എന്ത് വരും, അതായത് എന്താണ്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പി വരുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഡാഷ് ഓഫ് എക്സ് വൈ ബൈ ഇസഡ്. ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്താണ്, എക്സ് ഒരു കോൺസ്റ്റൻ്റ്, അപ്പോൾ അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞാൽ വൈ ബൈ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയിലും, അതായത് വൈ ഇസ് എ വേരിയബിൾ ആൻഡ് ഇസഡ് എന്താണ്, അതും ഒരു വേരിയബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് എന്താണ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇസഡ്, ഡോ ഇസഡ് ബൈ ഡോ വൈ ഓൾ ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ വരും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും വിളിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് വരും, ഞാനിപ്പോൾ ഇസഡ് എക്സിനെ ഞാൻ എഴുതുമ്പോൾ പി എന്ന് എഴുതുകയാണ്, ഡിവൈഡഡ് ബൈ ഞാൻ ഈ ഒരു പാർട്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുകയാണ്, പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് ഇതും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്ത് വരും, വൈ ബൈ എക്സ് എന്ന് വരും. ഇതിനടുത്ത് എന്താണ്, ഇസഡ് മൈനസ് ഇവിടെ എക്സ് ഇൻറ്റു പി ബൈ ഇസഡ് സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ, ഞാനത് മായ്ച്ച് കളയാണ്, ഇതിന് ആവശ്യമില്ലല്ലോ, എന്താണുള്ളത്, ഇസഡ് മൈനസ് വൈ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ എന്നുണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് എന്താണ്, ഒരാൾ എക്സ് നമ്മൾ എഴുതിയില്ലേ, എക്സ് നമുക്ക് ഇവിടെ എഴുതിയാൽ മതി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡ് സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പം എന്താണ്, ഇതിനകത്തൊരു എക്സ് പി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്കിവിടെ താഴെ ഒരു എക്സ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താണ്, എക്സ് പി ഈസ് ഈക്വൽ ടു വൈ സെഡ് മൈനസ് എന്താണ് വൈ എക്സ് പി എന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്കെന്താണ് വൈനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കെന്താണ് വൈ എക്സ് പി ഡിവൈഡഡ് ബൈ വൈ ക്യൂ എന്നെഴുതാം. ദെൻ സെഡ് മൈനസ് എക്സ് പി ബൈ ഇസഡ് മൈനസ് വൈ ക്യൂ എന്നുണ്ട്. ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഇസഡ് ബൈ ഈ സാധനത്തിനെ ഇങ്ങോട്ട് എടുക്കുക, ന്യൂമറേറ്ററിലേക്ക് ഇടുക. അതേപോലെ തന്നെ ഇതിനെ ഇവിടെ ന്യൂമറേറ്ററിലേക്ക് ഇടുക. അപ്പോൾ എന്ത് ചെയ്യും, ഇസഡ് ബൈ വൈ ക്യൂ മൈനസ് എന്ത് വരും, നമുക്ക് ഇങ്ങോട്ട് മേലേക്ക് വരുമ്പോൾ വൈ ക്യൂ ബൈ വൈ ക്യൂ വരും. അതിന് നമുക്ക് എന്താണ് -1 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു അടുത്ത എന്ത് വരും, അതായത് ഇവിടെ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഇസഡ് ബൈ എക്സ് പി മൈനസ് -1 എന്ന് വരും, -1 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഈ നമുക്ക് എന്തെഴുതാം, എക്സ് പി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എന്താണ് ഇസഡ് ഇൻറ്റു എക്സ് പി ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു വൈ ക്യൂ എന്നെഴുതാം. പി ഇസഡും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പി മൈനസ് വൈ ക്യൂ ഇസ് ഈക്വൽ ടു 0 എന്നെഴുതാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ എലിമിനേറ്റിംഗ് ദി ആർബിട്രറി ഫംഗ്ഷൻ എഫ്. അപ്പോൾ എന്താണ് ഇവിടെ നമ്പർ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻസ് എത്ര എണ്ണമാണ്, ഒരെണ്ണമാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് ഓർഡർ മാത്രം കണ്ടാൽ മതി.
സോ നമുക്ക് എന്താണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും 1 പ്ലസ് ഇതെന്താണ് 0 ആയി പോവും. പിന്നെ എന്താണ് ഇസഡ് ബൈ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് 2z ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് വരും. ഇതിനെ നമുക്കൊരു ബ്രാക്കറ്റിൽ എഴുതാം. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ഇതിൻ്റെ 0 വരും. അടുത്തത് വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. അടുത്തത് എന്താണ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് വരും ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു 2y പ്ലസ് 2z ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് വരും. ഇതിനെ നമ്മളെന്താണ് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക. 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും നമുക്ക് ഈ സാധനം ഇത് ക്യാൻസലായി പോവും. അടുത്തെന്താണ് 1 പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താണ് പി ആണ്. അതുപോലെ ഡിവൈഡ് ബൈ 1 പ്ലസ് എന്ത് വരും ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാ വരിക 2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം എക്സ് പ്ലസ് ഇവിടെ എന്ത് വരും ഇസഡ് ഇൻറ്റു ആരാണ് നമുക്ക് നമ്മൾ ഇവിടെ 2 ഓൾറെഡി പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ 2ഉം കൂടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയായിരുന്നു. അപ്പോൾ എന്താണ് അങ്ങനെ കൂടി ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്തതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. എന്താണ് ഇസഡ് പി വരും ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ക്യൂ മീൻസ് വൈ പ്ലസ് ഇസഡ് ക്യൂ എന്ന് വരും. അപ്പോൾ ഇതിനെന്താണ് നമുക്കതിനൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ഇവിടെ 1 പ്ലസ് പി ഇൻറ്റു വൈ പ്ലസ് ഇസഡ് ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും 1 പ്ലസ് ക്യൂ ഇൻറ്റു എക്സ് പ്ലസ് ഇസഡ് പി എന്ന് വരും. എന്നുണ്ടെങ്കിൽ നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ അപ്പം എന്ത് വരും 1 പ്ലസ് പി വൈ പ്ലസ് എന്താണ് വരിക ഇസഡ് ക്യൂ പ്ലസ് ഇസഡ് പി ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും എക്സ് പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആര് വരും എക്സ് ക്യൂ എക്സ്. അടുത്തത് ഇസഡ് പി പ്ലസ് ഇസഡ് പി ക്യൂ വരും. അപ്പോൾ ഇസഡ് പി ക്യൂ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇനി എന്താണ് ഇവിടെ എക്സും വൈ കിടക്കുന്നുണ്ട്. അതുപോലെ ക്യൂ എക്സ് സെഡ് പി. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഇസഡ് ക്യൂ കിടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഇസഡ് പി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇസഡ് ഇൻറ്റു ക്യൂ മൈനസ് പി എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഇവിടെ ക്യൂ പ്ലസ് 1 ഇൻറ്റു എക്സ് എന്നും അതുപോലെ ഇവിടെ എന്താണ് 1 പ്ലസ് പി ഇൻറ്റു വൈ എന്നും എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്നാണ് വരുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ദെൻ എക്സ് ഇൻറ്റു ഇസഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് എന്ത് വരും സെക്കൻഡ് ഫംഗ്ഷൻ സെഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് എന്താണ് 1 ആണ് വരുന്നത് ഈസ് ഈക്വൽ ടു ഇനി ഫൈ ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എന്ത് വരും 1 പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് വരും. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് അടുത്ത് ഇസഡ് എന്താണ് വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഇൻറ്റു ഇവിടെ എന്ത് വരും വൈ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ പ്ലസ് എന്താണ് ഇസഡ് ഇൻറ്റു
എത്ര വൈനെ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 1 എന്ന് വരും. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 5-(x+y+z) ഇൻറ്റു എന്ത് വരും? 1+∂z/∂y എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ 1 എന്നും ഇതിനെ നമ്മൾ 2 എന്നും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിനെ ഡിവൈഡ് ചെയ്യുക. 1/2 ചെയ്യുമ്പോൾ ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്ത് കളയാം. ബാക്കി ആൻസർ എന്ത് വരും നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y ഇൻറ്റു എക്സ് പി പ്ലസ് ഇസഡ് ഡിവൈഡ് ബൈ ഇവിടെ എക്സ് ഇൻറ്റു വൈ ക്യൂ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 1 പ്ലസ് പിയും ഡിവൈഡ് ബൈ 1 പ്ലസ് ക്യൂ എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നിർത്തണമെങ്കിൽ നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ വരുന്നത്. വൈ എക്സ് പി പ്ലസ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് പി ഇൻറ്റു ഇവിടെ എന്താണ് 1 പ്ലസ് ഇവിടെ ക്യൂ വരും. എന്തെന്ന് വരും? എക്സ് വൈ ക്യൂ പ്ലസ് ഇസഡ് എക്സ് എന്ന് വരും. ഞാനിങ്ങനെ തന്നെ നിർത്തുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തെഴുതാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്? ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് 1/x പ്ലസ് ലോഗ് വൈ ബൈ എലിമിനേറ്റിംഗ് ദി ആർബിട്രറി ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? ആർബിട്രറി ഫംഗ്ഷൻ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണമാണുള്ളത്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? വൈ സ്ക്വയർ എന്താണ്? അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0 എന്ന് വരും. പ്ലസ് 2 എന്താണ്? അതിന് അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എന്ത് വരും? 1/x പ്ലസ് ലോഗ് വൈ ഇൻറ്റു ഇനി 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. പ്ലസ് ദെൻ ലോഗ് വൈ എന്താണ്? അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതങ്ങനെ പൊക്കോളും. അടുത്തത് ഡോ ഇസഡ് ബൈ ഡോ വൈ കാണുമ്പോൾ എന്ത് വരും? 2y പ്ലസ് എന്ത് വരും? 2 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ലോഗ് വൈ ദെൻ എന്താണ്? 1/x എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആവും, 0 ആയി പോക്കോളും. പ്ലസ് അല്ല ഇൻറ്റു ലോഗ് വൈ എന്ന് പറഞ്ഞാൽ 1/y ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ്? ഇതിനെ 1 എന്ന് പേര് കൊടുക്കുക, 1 എന്ന് പേര് കൊടുക്കുക, ഇതിന് 2 എന്ന് പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരാൾ എന്താണ്? ഒരു 2y ഇവിടെ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ആദ്യം പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുക്കല്ല, ഈക്വൽ ടു അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ q മൈനസ് 2y ഇസ് ഈക്വൽ ടു 2f ഡാഷ് ഓഫ് 1/x പ്ലസ് ലോഗ് y ഇൻറ്റു 1/y. അതുപോലെ തന്നെ ഞാൻ എന്താണ് 2/y ചെയ്യണം. എന്ത് വരും? ഇവിടെ p എന്ന് വരും. p ഒന്നുമില്ല, p ഉള്ളൂ. ഇസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു വേണ്ട, ഇവിടെ എന്ത് വരും? ഇവിടെ ബൈ 2 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1/x പ്ലസ് ലോഗ് y -1/x സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ്? ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇത്രയും ഒരു പീസ് നമുക്ക് ഇനി ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 1/y ഡിവൈഡ് ബൈ 1/x സ്ക്വയർ ഒരു മൈനസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ ഒരു സാധനത്തിന് അങ്ങനെ എടുത്തെഴുതാം. എന്താണ്? മൈനസ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1y എന്ന് എടുത്തെഴുതാം. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? qy മൈനസ് 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് yq. ഓക്കെ, ഇവിടെ p ഉണ്ടാവും. നമുക്ക് എന്താ എഴുതാം? yq മൈനസ് 2y സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ p ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്?
ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇസഡ് ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് വൈ എന്നാണ് ബൈ എലിമിനേറ്റിംഗ് ദി ആർബിട്രറി ഫങ്ഷൻസ് എഫ് ആൻഡ് ജി. അപ്പോൾ നമ്മളെന്താണ്, നമ്മളുടെ ആ ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര എന്നാണ് നമ്പർ ഓഫ് ആർബിട്രറി ഫങ്ഷൻസ് ഒരെണ്ണാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ കണ്ടാൽ മതി, അതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ മീൻസ് ഹയർ ഓർഡേഴ്സ് കാണണം. അപ്പോൾ നമുക്ക് എന്താണ് ഡോ ഇസഡ് ബൈ ഡോ വൈ, ഇവിടെ എന്താണ് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്, ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൊടുക്കുന്നുണ്ട്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ത് വരും, നമുക്കിവിടെ എഫ് ഓഫ് എക്സ് ആണുള്ളത്, അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. ഇൻറ്റു എന്താണ് എക്സ് ആണുള്ളത്, അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ 1 ആണ് വരുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. അതുപോലെ തന്നെ അടുത്ത് എന്താണ് ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടാൽ നമുക്ക് എന്താണ്, ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വൈ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ് ജി ഡാഷ് ഓഫ് വൈ വരും. ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നും അതുപോലെ തന്നെ ക്യൂ ഈസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് വൈ എന്നുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇനി ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഈ എക്സ് ഉള്ള ഒരു ഫംഗ്ഷൻ, അതായത് നമുക്കെന്താണ് ഇവിടെ രണ്ടെണ്ണത്തിലും ഓരോ വേരിയബിൾ, അതായത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫംഗ്ഷനായിട്ട് കിടക്കുന്നുണ്ട്. സോ നമുക്കെന്താണ് ഇപ്പോൾ ഈ ഡോ എക്സ് ബൈ ഡോ വൈ, അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഉണ്ടല്ലോ, അതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈയിലെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്താണ് മറ്റേ സൈഡ് 0 ആയി പൊക്കോളും. അതേപോലെ തന്നെ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു, അതായത് ക്യൂ എന്ന് പറയുന്ന ഡോ ഇസഡ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആവും. അപ്പോൾ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എന്താണ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ ഇസഡ് ഡോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും, നമുക്ക് ഇതിനെ ഈ എഫ് ഡാഷ് ഓഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, 0 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എസ് ഇസ് ഇക്വൽ ടു 0. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അടുത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് വൈ by eliminating the arbitrary functions f and g. The given function നമുക്ക് തന്നിട്ടുള്ള എന്താണ് z is equal to f of y in plus e raised to x into g of y ആണ്. അപ്പോൾ രണ്ട് ആർബിട്രറി ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഒരെണ്ണാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ കണ്ടാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ ഹയർ ഓർഡർ കാണണം. അപ്പോൾ z is equal to, അതായത് zx is equal to എന്താണ് p is equal to നമുക്ക് എങ്ങനെ എഴുതാം. ഇപ്പോൾ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല, അപ്പോൾ ഇതെന്താണ് 0 ആണ്. അത് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് റേസ് ടു എക്സ് തന്നെ ജി ഓഫ് വൈ എന്താണ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് പി ഈസ് ഈക്വൽ ടു ഈ റേസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കെന്താണ് അതിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ഈ റേസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്ന് കിട്ടും. അതായത് ഇപ്പോൾ പി ഈസ് ഈക്വൽ ടു ഈ റേസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഇതെന്താണ് ആറാണ്, ആർ ഈക്വൽ ടു എന്താണ് ഈ റേസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, പി ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതാം. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത വരുന്നത് ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. ഇസഡ് ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. അപ്പോൾ ഇതിനെന്താണ് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, അപ്പോൾ ഹയർ ഓർഡർ കാണണം. അപ്പോൾ ഇസഡ് എക്സ് ഇസ് ഇക്വൽ ടു, അതായത് പി ഇസ് ഇക്വൽ ടു എന്ത് വരും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്ന് വരും. ജി ഓഫ് വൈ എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത് ഇസഡ് വൈ ഇസ് ഇക്വൽ ടു ക്യൂ ഇസ് ഇക്വൽ ടു നമുക്ക് എന്തെന്ന് വരും, എഫ് ഓഫ് എക്സ് അത് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ജി ഡാഷ് ഓഫ് വൈ എന്ന് വരും.
ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ, അതായത് നമുക്ക് പീനെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു വൈയിലൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഡോ, അതായത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും? അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് വൈ എന്ന് വരും. ഇതെന്താണ്? എസ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് വൈ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഉണ്ട്, ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി ഡാഷ് ഓഫ് വൈ ഉണ്ട്. അതുപോലെ ഇവിടെ ജി ഓഫ് വൈയും ഇവിടെ എഫ് ഓഫ് എക്സും ഉണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് വൈയും എടുക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിപ്പോൾ എന്താണ്? എസ് ഇൻറ്റു ഇസഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഇസ് ഈക്വൽ ടു നമുക്ക് പി ക്യു എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ടേംസിനൊക്കെ ക്രേസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഇസഡ് ഇസ് ഈക്വൽ ടു പി ക്യു എന്ന് കിട്ടും. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു f of x plus iy plus g of x minus iy. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് വരിക, പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എന്താണ്? എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? സെഡ് എക്സ് വരുന്നത്. ഇനി നമുക്ക് എന്താണ്? സെഡ് വൈ ഒന്ന് കണ്ടു നോക്കാം. സെഡ് വൈ കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു ഇനി വൈയുടെ കോഎഫിഷ്യൻ്റ് ആരാണ് വരിക? വൈനെ, അതായത് ഐ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ എന്താണ്? 1 ആണ്. പിന്നെ ബാക്കിയുള്ള ആരാണ്? ഐ ആണ്. അപ്പോൾ ഐ ഇട്ട് കൊടുക്കുക. പ്ലസ് ഇവിടെ എന്ത് വരും? ഇവിടെ ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് ഐ വൈ, ഇവിടെ ഇവിടുത്തെ വൈയുടെ കോഎഫിഷ്യൻ്റ് ആരാണ്? മൈനസ് ഐ ആണ്. അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുക്കുക. നമുക്കെന്താണ്? ഇതിനെ ഈ സെഡ് എക്സിന് നമുക്ക് എന്താണ്? വിത്ത് റെസ്പെക്ട് എക്സിൽ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ സെഡ് എക്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു 1 ആണ് വരുന്നത്. അടുത്ത എന്താണ്? പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് ഐ വൈ എന്ന് വരും. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഡ് വൈ വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഇതാ ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ, ഐ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വരിക? വൈയുടെ കോഎഫിഷ്യൻ്റ് ഒരു ഐയും കൂടി വരും. ദെൻ മൈനസ് ഐ ഇൻറ്റു ഇവിടെ എന്ത് വരും? ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എന്ത് കൂടി വരും? ഒരു മൈനസ് ഐ കൂടി വരും, അതായത് ഐ സ്ക്വയർ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? ഐ സ്ക്വയർ. അതായത് ഇതെന്താണ്? ഇത് -1 ആണ്. അടുത്തത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും എന്താണ്? ഇത് -1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കെന്താ? ഇതും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പോൾ നമുക്കെന്താണ്? ഇതിനെ ആർ പ്ലസ് ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? ഇസ് ഈക്വൽ ടു ഈ സാധനത്തിൽ നിന്ന് ഇത് മൈനസായി പോകും, അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഇത് മൈനസായി പോകും. അപ്പോൾ നമുക്ക് എന്താണ്? 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ്? ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.